ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന് പുറത്തുള്ള കർണാടകയിലെ ബെൽത്തങ്ങാടി സീറോ മലബാർ രൂപതയിലെ ഗണ്ടിബംഗിലു സെൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ മുമ്പിലാണ്. ഇന്ന് ഇവിടെ വചനത്തിൻ്റെ വലിയൊരു ആഘോഷം നടക്കുകയാണ്. സ്വന്തം കൈപ്പടകളിൽ ഈ ഇടവകയിലെ വിശ്വാസികൾ എഴുതി തീർത്ത വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഉപയോഗിച്ചുകൊണ്ട് ആ സുവിശേഷം വെച്ച് ഇവിടുത്തെ രൂപത മെത്രാനെ ഈ ഇടവകയിലേക്ക് അവർ ആദ്യമായി സ്വീകരണം നൽകുന്ന ഒരു മനോഹര കാഴ്ചയിലേക്ക്, അഭിഷേകം നിറഞ്ഞ അനുഭവത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ബെൽത്തങ്ങാടി രൂപതയുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെയും അതോടൊപ്പം തന്നെ കാറ്റഗീസിൻ്റെയും ഡയറക്ടറായ ഫാദർ ജോസഫ് മറ്റമച്ചൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഒരു സെൻറ്റ് തോമസ് ഇടവക ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ബൈബിൾ എഴുതിയിട്ട് യോഹന്നാൻ്റെ സുവിശേഷം എഴുതി പൂർത്തിയാക്കി വളരെ മനോഹരമാക്കി തീർത്ത് തന്നെ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് അഭിമന്യ പിതാവ് ഇവിടെ എത്തുകയും കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്? ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. ഗണ്ടിബാഗ് ഇടവകയിൽ ഇന്ന് വചനത്തിൻ്റെ ആഘോഷമാണ്. എല്ലാവരും ബൈബിൾ എഴുതി അത് സ്വന്തമാക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് വചനം മാംസമായി ഭൂമിയിൽ പിറന്ന ഈ ക്രിസ്മസിൻ്റെ ആഘോഷ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു വചനത്തിൻ്റെ വലിയൊരു ആഘോഷം ഇവിടെ നടത്തുക എന്ന് പറയുന്നത് വലിയ ആനന്ദവും അനുഗ്രഹവുമാണ്. ബെൽത്തങ്ങാടി രൂപതയിൽ ഈ വർഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എഴുതണം എന്ന് കുട്ടികളോടെല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ ഗണ്ടിബാഗ് ഇടവക അതിനെ ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആയാങ്കുടി അച്ഛൻ്റെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ ഈ ബൈബിള് എഴുതി മറ്റുള്ളവർക്ക് മാതൃകയാക്കിക്കൊണ്ട് എല്ലാവരും ഇത് എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 150ഓളം കുട്ടികൾ എല്ലാവരും കൂടി ബൈബിൾ എഴുതിക്കൊണ്ട് ഇന്ന് അത് ആഘോഷമായിട്ട് അനുഗ്രഹമായിട്ട് അതും ഏന്തിക്കൊണ്ട് ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് അഭിമന്യ പിതാവ് ഇവിടെ എത്തും. അഭിമന്യ പിതാവിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ബൈബിളൊക്കെ പ്രദർശിപ്പിക്കുകയും ഈ ബൈബിൾ എഴുതിയപ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പലരും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ധന്യ മുഹൂർത്തവും നല്ല ദിവസവുമായിട്ട് ഞങ്ങൾ ഇതിനെ പരിഗണിക്കുകയും ഇവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ ഇവർക്ക് എല്ലാവർക്കും നന്മകൾ നേരുകയും ചെയ്യുന്നു. എത്ര നാളെടുത്തു ഇത്ര മനോഹരമായി ഒരു ബൈബിൾ പൂർത്തിയാക്കാൻ യോഹന്നാൻ്റെ സുവിശേഷം? അത് ഞങ്ങൾക്ക് 1 വർഷം മുമ്പേ അച്ഛൻ അനൗൺസ് ചെയ്തു, അടുത്ത വർഷത്തേക്ക് യോഹന്നാൻ്റെ സുവിശേഷമാണ് എഴുതാനുള്ളതെന്ന്. ആ സമയങ്ങളിൽ കിട്ടുന്ന സമയങ്ങളിൽ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിലാണ് ഞങ്ങൾ ബൈബിൾ എഴുതി തീർത്തത്. ഇതിപ്പോൾ 2 പുസ്തകമുണ്ട്. ഒന്ന് എൻ്റെ മോൾ എഴുതിയതാണ്. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. സെയിൻറ്റ് തോമസ് ഹൈസ്കൂൾ ഗണ്ടിബാഗിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. അതിനിടയ്ക്ക് ഇടുന്ന സമയത്താണ് ഇത്ര മനോഹരം. എന്താണ് ഇങ്ങനെ ഈ രീതിയിലെല്ലാം ചെയ്യണമെന്ന് തോന്നിയത്? അത് ബൈബിൾ എഴുതുന്നതും അതിനുശേഷം ഈ ബൈബിൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് അതൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. എന്തായിരുന്നു മറ്റനുഭവം? എഴുതിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അനുഭവങ്ങളൊക്കെ എന്തായിരുന്നു? ഇങ്ങനെ നിയോഗം വെച്ച് എഴുതിയാൽ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് എല്ലാവരും പറയുകയുണ്ടായി. അപ്പം ഞാനും നിയോഗം വെച്ച് എഴുതി. ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന ഫാദർ ടോം ഉഴുന്നാലിൽ അച്ഛന് ടെററിസ്റ്റുമാർ തട്ടിക്കൊണ്ടുപോയ ടോം ഉഴുന്നാലിൽ അച്ഛൻ്റെ മോചനത്തിനാണ് നിയോഗം വെച്ച് ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. സബ്മിറ്റ് ചെയ്തു. 4-5 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മോചിതനായി. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യവും ഒരു ദൈവാനുഗ്രഹവും അതിലേറെ അത്ഭുതവുമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ എഴുതി വരുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് 10 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ നവംബറിൽ നേരിട്ട് അച്ഛനെ കാണുവാനും സാധിച്ചു. അച്ഛനോടൊപ്പം കുറേ സമയം ചെലവഴിക്കുവാനും അച്ഛനോടൊപ്പം ഫോട്ടോ എടുക്കുവാനും ഒക്കെ സാധിച്ചു. അച്ഛനോട് നേരിട്ട് ഈ കാര്യം പറയുകയും ചെയ്തു. 10 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ബൈബിൾ എഴുതിയാണ്, അച്ഛൻ്റെ മോചനത്തിന് വേണ്ടി നിയമം വെച്ച് എഴുതിയതാണ്, അത് സാധിച്ചു. അച്ഛനോട് നേരിട്ട് പറയുവാനുള്ള ഭാഗ്യമുണ്ടായി. ഇനി സാധിക്കുന്നത്ര നാൾ
എഴുതണമെന്ന് ഓരോ നിയമങ്ങളും സാധിച്ചു കിട്ടിയിരുന്നു. എഴുതുന്ന എല്ലാ നിയോഗവും ഞാൻ എന്ത് നിയോഗം വെച്ച് എഴുതിയോ അതെല്ലാം സാധിച്ചു കിട്ടിയായിരുന്നു. കൊച്ചു കുട്ടികൾ വരെ ഈ ഒരു ബൈബിൾ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റോടൊപ്പം ഉള്ളത് 4ലും 2ലും 5ലൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ്. അവരവരുടെ യോഹന്നാൻ്റെ സുവിശേഷം എഴുതി വളരെ മനോഹരമായ ആ ഒരു ബൈബിളുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ആദ്യം ചോദിക്കാം, എങ്ങനെയായിരുന്നു ഈ ബൈബിൾ എഴുതാനുള്ള സമയം കണ്ടെത്തിയത്? സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എഴുതും. അതെ അല്ലേ, ഈ പഠനത്തിൻ്റെ ഇടയ്ക്കൊക്കെയല്ലേ ഈ ബൈബിൾ എഴുതാൻ പറ്റിയിരുന്നത്? എത്ര നാളെടുത്ത് ബൈബിൾ എഴുതി പൂർത്തിയാക്കാൻ? 11 ദിവസം. 11 ദിവസം കൊണ്ടാണോ ഈ ഒരു സുവിശേഷം മുഴുവൻ എഴുതിയത് അല്ലേ? എങ്ങനെയായിരുന്നു ആ എഴുതുമ്പോൾ ഉള്ള അനുഭവമൊക്കെ? ഈശോനെ കൂടുതൽ ഇഷ്ടമായി. പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണോ ഈ ബൈബിളൊക്കെ ഇങ്ങനെ എഴുതിയത്? എന്തൊക്കെയായിരുന്നു? ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ എല്ലാ രോഗികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് ബൈബിൾ എഴുതിയത്? എപ്പോഴൊക്കെയായിരുന്നു? ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബൈബിൾ എഴുതും. സ്കൂളിൽ വിട്ട് ഹോംവർക്ക് കഴിഞ്ഞ് വന്നിട്ട് ബൈബിൾ എഴുതും. ഹോംവർക്ക് കഴിഞ്ഞിട്ടാണ് ബൈബിൾ എഴുതിയത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബൈബിൾ എഴുതിയപ്പോൾ? ഇഷ്ടപ്പെട്ടോ? എഴുതിയത് ബൈബിളിൽ എന്താ എഴുതിയെന്ന് മനസ്സിലായായിരുന്നു? ആണോ? പ്രാർത്ഥിച്ചിട്ടാണ് എഴുതിയ? ഇപ്പൊ എഴുതി കഴിഞ്ഞ് ഇങ്ങനെ ഒരു ബുക്കായിട്ട് ബൈബിളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? ആണോ? ഈശോയെ കൂടുതൽ ഇഷ്ടമായോ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പ്രാർത്ഥിച്ചിട്ടാണ് എഴുതിയ? എന്താ പ്രാർത്ഥിച്ചേ? ലോകത്തിന് വേണ്ടി പഠിച്ചു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ബൈബിൾ എഴുതിയത് അല്ലേ? ഈ ഒരു യോഹന്നാന്റെ സുവിശേഷം എഴുതിയതിൽ രൂപതയിൽ തന്നെ സീനിയേഴ്സിൽ 1ാം സ്ഥാനം നേടിയ ഒരു കുട്ടിയാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. പേരെന്താണ്? ഏഞ്ചലി. എത്രയല്ല പഠിക്കുന്നത്? 9ൽ. ഈ ബൈബിൾ വളരെ മനോഹരമായി തന്നെ ഈ ഒരു ബൈബിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ബൈബിൾ കണ്ടതുപോലെ തന്നെ അതിൻ്റെ പുറംചട്ട തന്നെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചു കൊണ്ട് തന്നെ വരുന്നു. ഒപ്പം നമ്മളിതിനെ തുറന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വിശുദ്ധ സെൻറ്റ് ജോൺ എന്ന് തന്നെ മുത്ത് വെച്ച് എഴുതിയിരിക്കുന്നു. ഒപ്പം തന്നെ നല്ല പൂക്കളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. വികാരി അച്ഛൻ്റെ ചിത്രം ആദ്യം തന്നെ വെച്ചിരിക്കുന്നു. അതിനുശേഷം ഇത് എഴുതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിലാണ് ബൈബിൾ പൂർണ്ണമായിട്ട് എഴുതിയിരിക്കുന്നത്. എത്ര ദിവസം എടുത്തു ഈ ഒരു ബൈബിൾ ഇത്തരത്തിൽ എഴുതി തീർക്കാനായിട്ടും ഇതിൻ്റെ ഡെക്കറേഷൻ? 3 മാസം എടുത്തു അല്ലേ? എങ്ങനെയാണ് ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയത്? സ്കൂൾ വിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഇതൊക്കെ ചെയ്യും. പിന്നെ രാവിലെ സമയമുള്ളപ്പോഴെല്ലാം വരയ്ക്കാൻ വേണ്ടി വരച്ച് തീർക്കാനുള്ളതാണ് ആദ്യമേ തീർത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഡിസൈനൊക്കെ ചെയ്തത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടി. എന്താണ് ഈ പ്രാവശ്യം ചെയ്യണമെന്ന് അങ്ങനെ തോന്നിയത്? അത് എനിക്ക് എന്തോ ഇപ്പം എല്ലാവരും എഴുതുമ്പോൾ നമുക്കൊരു എഴുതണമെന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു ആക്കിയപ്പോൾ പിന്നെ കൂടുതൽ നല്ലതായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഒരു ഉത്സാഹം തോന്നി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈശോയോടുള്ള കൃപയാണെന്ന് തോന്നുന്നു. അങ്ങനെ എഴുതാൻ വേണ്ടി പ്രയത്നിച്ചു, അങ്ങനെ എഴുതി തീർത്തു. എന്തെങ്കിലും പ്രത്യേക നിയോഗങ്ങളോ പ്രാർത്ഥനകളൊക്കെ വെച്ചിട്ടാണോ എഴുതിയത്? അതെ, എനിക്ക് പഠിക്കുവാനും നല്ല ടഫ് സബ്ജക്റ്റായിരുന്നു. ഈ സബ്ജക്ട്സ് ഉണ്ട്, അപ്പം അത് വെച്ച് നിയോഗം വെച്ച് എഴുതിയതാണ്. അതിന് എന്തെങ്കിലും അനുഭവങ്ങൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയിരുന്നോ? അനുഭവം എനിക്ക് ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ നേരത്തെ സബ്ജക്ട്സിനെല്ലാം ഭയങ്കര ലോ മാർക്കാണ്. ഇത് എഴുതുമ്പോഴെല്ലാം നല്ല മാർക്ക് മേടിച്ചു ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കാനോ എനിക്ക് സാധിച്ചു. ഒരുപാട് അനുഭവങ്ങൾ പഠന മേഖലയിലായാലും കുട്ടികൾ ഇത് എഴുതുന്ന വഴി അവർക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിൻ്റെ പേര്? എൽസി. അമ്മച്ചി ഇത് മുഴുവനായിട്ട് എഴുതി എത്ര ദിവസം കൊണ്ട് എഴുതി തീർത്ത്? ഞാൻ എഴുതിയിട്ട് 2-3 മാസമായി. എഴുതി കഴിഞ്ഞിട്ട് 2-3 മാസമായി. അച്ഛൻ 2 പ്രാവശ്യം പറഞ്ഞുതരും, അന്നേരം എഴുതാൻ തുടങ്ങി. എന്താണ് ഇങ്ങനെ ബൈബിൾ എഴുതാനായിട്ട് തോന്നിയത്? എനിക്ക് എപ്പോഴും വചനം വായിക്കണമെന്നും ഒക്കെ തോന്നും. ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ തോന്നും. ഈ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങളൊക്കെ ഉണ്ടായോ? ചിലപ്പോൾ ഓർത്തോണ്ട് നടക്കും ദൈവത്തിൻ്റെ കാര്യം. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ? എന്തെങ്കിലും നിയോഗങ്ങളൊക്കെ വെച്ചായിരുന്നോ? സാധിച്ചോ? സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ ഇടവകയിലെ മതബോധന അധ്യാപകനായ ബേബി സാറ് ഈ ഒരു ബൈബിളിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം പൂർണ്ണമായി എഴുതി തീർത്തിട്ടുണ്ട്. സാർ എന്താണ് പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ 35 വർഷമായിട്ട് ഇടവകയിൽ മതബോധന നടത്തുന്നൊരു വ്യക്തിയാണ്.
അപ്പോൾ ദൈവവചനത്തെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കാനും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം ചെയ്തു. എൻ്റെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലെല്ലാം ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രധാനമായിട്ട് ജോസ്വായും കൂടി അച്ഛനോട് ചാർജ് എടുത്തപ്പോഴാണ് ദൈവവചനം പകർത്തി എഴുതുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹപ്രദമാണെന്നും ഇഫക്റ്റീവാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ മുൻ വർഷങ്ങളിൽ ഞാനും എൻ്റെ കുടുംബവും വചനം പകർത്തി എഴുതി ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾ 2 നിയോഗം വെച്ചാണ് യോഹന്നാന്റെ സുവിശേഷം പകർത്തി എഴുതിയത്. ഒന്ന് എൻ്റെ മകൻ്റെ വിവാഹം, 2 മകളുടെ വിദേശത്ത് ജോലി ശരിയാകാൻ വേണ്ടിയിട്ട്. ദൈവരാഴ്ച കഴിഞ്ഞ മാസം 20-ാം തീയതി എൻ്റെ മകൻ്റെ വിവാഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളപ്പുറം 100% നന്നായിട്ട് നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ മകൾ തൻ്റെ വചനം എഴുതി തീർത്ത അന്ന് തന്നെയാണ് വിദേശത്തെ പരീക്ഷ എഴുതിയത്. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്ക് കരസ്ഥമാക്കുകയും അവിടെ മെഡിക്കലെല്ലാം പാസ്സായി വളരെ താമസിക്കാതെ അവൾ വിദേശത്ത് പോവുകയും ചെയ്യുകയാണ്. അത് വലിയൊരു ദൈവാനുഗ്രഹം ഈ ഒരു ബൈബിൾ എഴുതി. അതെ. ഒത്തിരിയേറെ സന്തോഷമുണ്ട് എഴുതിയതിൽ. സഹായിച്ച അച്ഛനും പ്രോത്സാഹനം എല്ലാവർക്കും നന്ദി പറയുകയാണ്. സെൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ വികാരിയച്ഛനായ ജോസച്ചൻ നമ്മോട് ചേരുകയാണ്. അച്ഛനും അച്ഛൻ സമ്പൂർണ്ണ ബൈബിൾ എഴുതി തീർത്തിട്ടുണ്ട്. ഒപ്പം അതിനോടൊപ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷം കൂടി എഴുതി ചേർത്ത് ഇവരോടൊപ്പം ചേർന്ന് മാതൃകയായിരിക്കുകയാണ്. അച്ഛൻ എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? വളരെയേറെ സന്തോഷമുണ്ട്. ദൈവം നന്ദി പറയുകയാണ്. ഇടവക ജനം ദൈവജനത്തോട് കാണിക്കുന്ന താല്പര്യമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. നമ്മുടെ ഈ വർഷം ജൂബിലി വർഷം ആയതുകൊണ്ടാണ് നമ്മുടെ ഇടവകയിൽ 100 പേരെങ്കിലും എഴുതണമെന്ന് പറഞ്ഞ് നമ്മൾ കാര്യം അറിയിച്ചു. അപ്പോൾ 100, 150 കഴിഞ്ഞ് 200 പേരടുത്ത് നമ്മുടെ കുട്ടികൾ, മുതിർന്നവർ, യുവജനങ്ങൾ, അമ്മമാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്തു. ഒരുപാട് വീടുകളിൽ നിന്ന് എല്ലാ രീതിയിലും മാതാപിതാക്കന്മാർ, അപ്പനും അമ്മയും മക്കളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ ഇടവകയിൽ നിന്ന് കെട്ടിച്ചു വിട്ട് പോയ പെമ്പിള്ളേർ പോലും പലരും എഴുതാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവജനം ഇതിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഇതുവഴിയായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പറയാൻ വേണ്ടിയുള്ളത്. ദൈവജനവും വിശുദ്ധ കുർബാനയും ജീവിതത്തിൽ കേന്ദ്രബിന്ദുവാണെന്ന കാര്യം വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു പ്രവർത്തനം വഴി സാധിച്ചു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ഓൾറെഡി ഒരു സമ്പൂർണ്ണ ബൈബിൾ മുഴുവനായി എഴുതി തീർത്തിട്ടുണ്ട്. ഒപ്പം വീണ്ടും ഒരു യോഹന്നാന്റെ സുവിശേഷം വീണ്ടും എഴുതിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ നമ്മുടെ രൂപതയുടെ ഒരു പ്രോഗ്രാമാണിത്. എല്ലാ വർഷവും ഓരോ ബൈബിൾ നമുക്ക് ഓരോ സുവിശേഷം എഴുതി പകർത്തി നൽകാനായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം രൂപത ഏൽപ്പിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും എഴുതിയത്. ഇപ്പോൾ രൂപത ഏൽപ്പിച്ച് രൂപതയിൽ ചില സമ്മാനമൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. സെൻറ്റ് തോമസ് ഇടവയിലേക്ക് അഭിനന്ദ പിതാവ് എത്തിയിരിക്കുകയാണ്. പിതാവെ,
നൂറുകണക്കിന് ബൈബിളുകൾ ചേർത്താണ് അങ്ങേ അവർ സ്വന്തം കൈപ്പടയിൽ എഴുതി വിശ്വാസികൾ ആ ബൈബിൾ വെച്ചാണ് അങ്ങേ ഈ ഇടവയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങേക്ക് ഈ നിമിഷം പറയാനുള്ളത്? വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ബൈബിള് എഴുതി കൈ പിടിച്ചുകൊണ്ട് ഒരു സ്വീകരണം എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വീകരണം ഞാൻ കാണുന്നതും അവർ നിങ്ങളെനിക്ക് നൽകുന്നതും. ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദൈവവചനം അത് തന്നെയാണ്. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ പിറന്നു. സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ദൈവം നമ്മോട് കൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥ. അതാണ് നാം ഈ ബൈബിൾ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ദൈവം എങ്ങോ ദൂരെയുള്ളൊരു മനുഷ്യനല്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മുടെ വചനത്തിലൂടെ നാം അത് എഴുതി നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ ബൈബിള് പിടിച്ചുകൊണ്ടുള്ള ആ സ്വീകരണത്തിന് എനിക്ക് ഇവിടെ വരുവാനായിട്ട് സാധിച്ചതിൽ.